നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. 1994 നടന്ന ഒരു അനീതിക്ക് നീതി കിട്ടിയത് 2024. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBI കുറ്റപത്രം. ഭരണത്തിലിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ വൃത്തികെട്ടൊരു നാടകം മാത്രമായിരുന്നു ഇത്. 1994 മാലിദ്വീപ് സ്വദേശിയായ മറിയം റഷീദയുടെ അറസ്റ്റിൽ തുടങ്ങിയ ഈ കേസ് അവസാനിക്കുന്നത് മറിയം റഷീദയുടെ സുഹൃത്ത് ഫൗസിയ ഹസൻ മുതൽ ISRO ശാസ്ത്രജ്ഞന്മാരായ നമ്പി നാരായണൻ, D ശശികുമാർ, K ചന്ദ്രശേഖരൻ, SK ശർമ്മ എന്നിവരുടെ അറസ്റ്റിലാണ്. 1994 ഒക്ടോബറിൽ മാലിദ്വീപ് സ്വദേശിനി മറിയം റഷീദയെ തിരുവനന്തപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ISRO റോക്കറ്റ് ഏജൻസികളുടെ രഹസ്യരേഖാചിത്രങ്ങൾ പാകിസ്ഥാന് വിൽപ്പന നടത്തിയെന്നാരോപിച്ച് കേരള പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ISROയുടെ അന്നത്തെ ക്രയോജനിക് പ്രൊജക്ട് ഡയറക്ടറായിരുന്ന നമ്പി നാരായണൻ, ISROയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ D ശശികുമാർ, റഷീദയുടെ മാലിദ്വീപ് സുഹൃത്ത് ഫൗസിയ ഹസൻ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. ISRO ചാരക്കേസിന്റെ തുടക്കമായിരുന്നു ഇത്. സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ പല മാധ്യമങ്ങളും പലതരത്തിൽ ഈ വാർത്തയെ വളച്ചൊടിച്ചു. ആരാണ് മറിയം റഷീദ? എന്താണ് ISRO ചാരക്കേസ്? ആരാണ് യഥാർത്ഥ പ്രതികൾ? 1994 സെപ്റ്റംബർ 17 മാലിദ്വീപ് സ്വദേശിനിയായ മറിയം റഷീദയും ഫൗസിയ ഹസനും തിരുവനന്തപുരം ഹോട്ടൽ സമ്രാട്ടിൽ താമസിച്ചിരുന്നു. വിസ കാലാവധി കഴിയാനിരുന്നതിനാൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് CI S വിജയനെ കണ്ടു. ശ്രീലങ്കയിലേക്കുള്ള വിമാന ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിച്ച് വിജയൻ വീണ്ടും വരാൻ മറിയം റഷീദയോട് പറഞ്ഞു. ഒക്ടോബർ 13 ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തിയ വിജയൻ ഫൗസിയ ഹസനോട് പുറത്തു പോകാൻ പറഞ്ഞ് തുടർന്ന് മുറിയടച്ച് വിജയൻ ലൈംഗിക താല്പര്യത്തോടെ മറിയം റഷീദയെ സമീപിച്ചു. അവരെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ ചെറുത്തതോടെ വിജയൻ പെട്ടെന്ന് മുറി വിട്ട് പുറത്തുപോയി. തുടർന്ന് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചതിൽ മറിയം റഷീദ ISROയിൽ ജോലി ചെയ്യുന്ന D ശശികുമാർ എന്ന ശാസ്ത്രജ്ഞനെ ഫോണിൽ ബന്ധപ്പെട്ടതായി വിജയന് വിവരം ലഭിച്ചു. ശാസ്ത്രജ്ഞനെ വിളിച്ച വിവരം വിജയൻ പോലീസ് കമ്മീഷണറായ V രാജീവിനെ അറിയിച്ചു. ഇദ്ദേഹം ഇക്കാര്യം SIB ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RP ശ്രീകുമാറിനെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ SIB ഉദ്യോഗസ്ഥൻ മറിയം റഷീദയും ഫൗസിയ ഹസനും താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫൗസിയ ഹസൻ ഒക്ടോബർ 19 ഹോട്ടൽ വിട്ട് ബംഗളൂരുവിലേക്ക് പോയി. എന്നാൽ വിജയൻ പാസ്പോർട്ട് പിടിച്ചു വച്ചിരുന്നതിനാൽ മറിയം റഷീദയ്ക്ക് തിരുവനന്തപുരത്തു നിന്നും ശ്രീലങ്കയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. രേഖകൾ മടക്കി കിട്ടാൻ പലതവണ ഓഫീസിൽ എത്തിയെങ്കിലും വിജയനില്ല എന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത്. 20 ഹോട്ടൽ മുറി വിട്ട് അവർക്ക് പരിചയമുള്ളവർ താമസിക്കുന്ന വീട്ടിലേക്ക് മാറി. വിസ കാലാവധി കഴിഞ്ഞ് ഇന്ത്യയിൽ താമസിച്ച കുറ്റത്തിന് മറിയം റഷീദയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചു. തുടർന്ന് 20 അവരെ S വിജയൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതായി അറിയിക്കുകയായിരുന്നു. ഇതോടെ മറിയം റഷീദ D ശശികുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടത് PSLVയുടെ വിവരങ്ങൾ കൈമാറാനാണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു. ചാരക്കേസ് കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകുകയായിരുന്നു. മറിയം റഷീദയ്ക്കെതിരെ ഇന്ത്യയിൽ വിസ കാലാവധി കഴിഞ്ഞ് താമസിച്ച കുറ്റത്തിന് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തത്. തുടർന്ന് റഷീദയെ അറസ്റ്റ് ചെയ്തു. ആദ്യം കേസ് അന്വേഷിച്ചത് വഞ്ചിയൂർ SI ആയിരുന്ന തമ്പി S ദുർഗാദത്താണ്. ഇവർ താമസിച്ചിരുന്ന സ്ഥലം പരിശോധിച്ച് രേഖകൾ പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ മറിയം റഷീദയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പിടിച്ചെടുത്ത രേഖകൾ ഒരു സ്കൂൾ കുട്ടിയുടെ സഹായത്തോടെ തർജ്ജമ ചെയ്തപ്പോൾ മാലദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാനും പ്രസിഡന്റിനെ വധിക്കാനുമുള്ള പദ്ധതിയാണെന്ന് കണ്ടെത്തി. 1994 നവംബർ 3 കേസ് അന്വേഷണം S വിജയന് കൈമാറി. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മറിയം റഷീദയെ CRPF ഗസ്റ്റ് ഹൗസിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ചോദ്യം ചെയ്തു. ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെ പ്രവർത്തിച്ചുവെന്ന കുറ്റത്തിന് കേസെടുത്തു. കേസ് അന്വേഷിച്ചിരുന്ന S വിജയൻ ചോദ്യം ചെയ്യാൻ മറിയത്തിനെ CRPF ക്യാമ്പിൽ എത്തിച്ച് അനധികൃതമായി IB ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യാനായി വിട്ടു നൽകി. മറിയം റഷീദയെ ചാരവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന തരത്തിൽ ഒരു പരാമർശവും കേസിലുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് SPJ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1994 നവംബർ 13 വഞ്ചിയൂർ പോലീസ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. APP ഹബീബി പിള്ളയാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉപദേശിച്ചതെന്ന് വിജയൻ കേസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിൽ ഹബീബി പിള്ള നിഷേധിക്കുകയായിരുന്നു. മറിയം റഷീദയെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് ISRO ചാരക്കേസ്. ഡിസംബർ 15 DGPയുടെ ഉത്തരവ് പ്രകാരം DIG സിബി മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തിന് കേസ് കൈമാറി. SPJ ബാബുരാജ്, DSP K ജോഷ്വ, SI S ജോഗേഷ്, തമ്പി ദുർഗാദത്ത് എന്നിവരായിരുന്നു ടീമിലുണ്ടായിരുന്നത്.
തുടർന്ന് സിബി മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരം നവംബർ 21-ന് ISROയിലെ ശാസ്ത്രജ്ഞനായ D ശശികുമാരനെ അഹമ്മദാബാദിൽ നിന്നും അറസ്റ്റ് ചെയ്തു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രതിനിധിയായിരുന്ന K ചന്ദ്രശേഖരൻ, ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ, കോൺട്രാക്ടർ സുധീർ കുമാർ ശർമ്മ എന്നിവരെയും പിന്നാലെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനിടയിൽ കുറ്റം സമ്മതിക്കാനായി ഇവരെ പോലീസും IP ഉദ്യോഗസ്ഥരും മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. കൂടുതൽ മർദ്ദിക്കരുതെന്ന് പോലീസുകാരോട് പറഞ്ഞതായി സാക്ഷിയായ ഡോക്ടർ V സുകുമാരൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ പലപ്പോഴും പൂഴ്ത്തിവെക്കുകയായിരുന്നു കേരള പോലീസ് ചെയ്തത്. തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് CBI കണ്ടെത്തുന്നതിന് മുൻപ് നമ്പി നാരായണന് 2 മാസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു. ആദ്യം സംസ്ഥാന പോലീസ് അന്വേഷിച്ച് പിന്നീട് CBIക്ക് കൈമാറി. CBI അന്വേഷണത്തിൽ നമ്പി നാരായണൻ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി. CBI പുറത്തിറക്കിയ കുറ്റപത്രം തികച്ചും ഞെട്ടിക്കുന്ന ഒന്നാണ്. 2 ആഴ്ച മുൻപാണ് മുൻ DGP സിബി മാത്യൂസ് അടക്കം 5 ഉദ്യോഗസ്ഥർ പ്രതികളായ കുറ്റപത്രം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. കമ്മീഷണർ R രാജീവനും RB ശ്രീകുമാറും നിർദ്ദേശം നൽകിയിട്ടാണ് നമ്പി നാരായണനെ പ്രതിയാക്കിയത്. ചാരപ്രവർത്തനം നടത്തിയതിന് തെളിവില്ലെന്നും മുൻ IB. അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാറിന്റെ മൊഴി ഹോട്ടലിൽ വെച്ച് വിജയൻ മറിയം റഷീദെ കടന്നുപിടിച്ചപ്പോൾ തടഞ്ഞതാണ് വിരോധമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. മറിയം റഷീദയെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതി വീണ്ടും കസ്റ്റഡിയിൽ നൽകാതിരുന്നതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ISRO ചാരക്കേസിലെ ഗൂഢാലോചന അന്വേഷിച്ച് CBI സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥരും IB ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം നൽകിയിരിക്കുന്നത്. മുൻ SP S വിജയൻ, മുൻ DGP സിബി മാത്യൂസ്, മുൻ DGP RB ശ്രീകുമാർ, SK ജോഷ്വ, മുൻ IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരാണ് പ്രതികൾ. FIRൽ ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയിരുന്നു. FIRൽ 18 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഗൂഢാലോചന, സ്ത്രീകളോട് മോശമായി പെരുമാറുക, തടഞ്ഞു വെക്കുക, മർദ്ദിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. താൻ കുറ്റക്കാരനല്ലെന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു. അത് സംഭവിച്ചു. ഞാൻ കുറ്റം ചെയ്തില്ലെങ്കിൽ ആര് ചെയ്തു എന്നെനിക്ക് അറിയണമായിരുന്നു. അതിന് 20 വർഷം വേണ്ടി വന്നു എന്ന് നമ്പി നാരായണൻ മാധ്യമങ്ങളോട് പറഞ്ഞു.